4 ആരോപണങ്ങൾ KT ജലീൽ ഉന്നയിക്കുകയുണ്ടായി. PK ഫിറോസ് എന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ എങ്ങനെയാണ് പണം സമാഹരിച്ച് വിവിധ പരിപാടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് എമ്മി ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നിക്ഷേപമുണ്ട്. ആ പണം എവിടെ നിന്ന് എന്ന ചോദ്യം ചോദിക്കുന്നു KT ജലീൽ. അദ്ദേഹം ദുബായിൽ ഒരു സ്ഥാപനത്തിലെ കരാർ ജീവനക്കാരനാണ്. ആ ജീവനക്കാരന് മാനേജറാണ്, സെയിൽസ് മാനേജറാണ്. ആ സെയിൽസ് മാനേജർക്ക് 5 ലക്ഷം രൂപ പ്രതിമാസ വേതനം കിട്ടുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും രൂപ ശമ്പളം കിട്ടുക? ഈ പണം റിവേഴ്സ് ഹവാലയാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് KT ജലീൽ. ഈ എമ്മി എന്ന് പറയുന്ന ഫ്രൈഡ് ചിക്കൻ കമ്പനി അത് തൻ്റേതാണ്, അല്ലെങ്കിൽ തനിക്ക് അതിൽ ഓഹരി ഉടമസ്ഥത ഉണ്ട് എന്ന് ഇന്നലെ PK ഫിറോസ് സമ്മതിച്ചിരുന്നു. ആ കമ്പനി നടത്തുന്നത് PK ഫിറോസിന്റെ ബിനാമിയാണോ എന്ന ചോദ്യം KT ജലീൽ ഉന്നയിച്ചു. യൂത്ത് ലീഗ് പല ചലഞ്ചുകൾ വഴി പണം സമാഹരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ധോത്തി ചലഞ്ചായിരുന്നു. ധോത്തി ചലഞ്ചിനെ കുറിച്ച് ജലീൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ചലഞ്ചുകൾ വഴി സമാഹരിച്ച പണം എവിടെ? ഈ പണമാണ് വിവിധ ബിസിനസ് പദ്ധതികളിൽ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. PK ഫിറോസിന്റെ ഡിഫൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഞാൻ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ, ഞാൻ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നിയമപരമാണ്, നിയമവിരുദ്ധമായ പണമിടപാടല്ല. ദുബായിലെ കമ്പനിയിൽ വരുമാനമുണ്ട്, ദുബായിലെ കമ്പനിയിൽ നിന്ന് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ അത് 5 ലക്ഷം വരില്ല എന്ന് PK ഫിറോസ് പറയുന്നുണ്ട്. ഒരു ഫ്രാഞ്ചൈസിയിലെ പാർട്ട്ണറാണ് താൻ. രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ് ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് പറയുന്നുണ്ട്. അതായത് തൻ്റെ ഈ എമ്മി ഫ്രൈഡ് ചിക്കൻ സ്ഥാപനം അതൊരു ഫ്രാഞ്ചൈസിയാണ്. ആ ഫ്രാഞ്ചൈസിയിൽ ഒരു പാർട്ട്ണറാണ് താൻ. അതിപ്പോൾ ഒരു നേതാവിന് ബിസിനസ് ചെയ്യുന്നതിൽ എന്താണ് അപാകം എന്ന നിലയിൽ ആണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം വേണമെങ്കിൽ പോലീസ് അന്വേഷണമാവാം, ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു.